ആട്ടിൻകുട്ടികളും ചെന്നായും. പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു അമ്മയാടും അതിന്റെ 4 കുട്ടികളും താമസിച്ചിരുന്നു. അമ്മയാട് താമസ സ്ഥലത്തിന്റെ അടുത്തുള്ള മൈതാനത്തിലൊക്കെ കുട്ടികളെയും കൊണ്ട് മേഞ്ഞു നടക്കുമായിരുന്നു. വയറ് നിറയുമ്പോൾ അവർ മക്കളെ വീടിനകത്താക്കും. അമ്മ പുറത്തു പോകുന്ന സമയത്ത് വാതിൽ നല്ലതുപോലെ അടച്ചിരിക്കാൻ മക്കളോട് പറഞ്ഞിട്ടാണ് പോകുക. തിരിച്ചു വരുമ്പോൾ അമ്മയാണെന്ന് ഉറപ്പുവരുത്തി മാത്രമേ വാതിൽ തുറക്കാവൂ എന്നും പറഞ്ഞേൽപ്പിച്ചിരിക്കും. പുല്ലൊക്കെ തിന്ന് മിടുക്കരായ ആട്ടിൻകുട്ടികളെ സമീപത്തുള്ള കുറ്റിക്കാട്ടിൽ താമസിക്കുന്ന ഒരു ചെന്നായ കാണാനിടയായി. ആഹാ, കോളടിച്ചല്ലോ, അവൻ വിചാരിച്ചു. അവൻ തള്ളയാട് പോകുന്ന സമയം നോക്കി തക്കം നോക്കി ഇരുട്ടായി. നല്ല കിളുന്ന മാംസവും ചോരയും സ്വപ്നം കണ്ടവൻ ദിവസങ്ങൾ തള്ളി നീക്കി. അങ്ങനെ ഒരു ദിവസം തള്ളയാട് പുറത്തു പോയെന്ന് ഉറപ്പുവരുത്തി ചെന്നായ ആട്ടിൻകുട്ടികളുടെ അടുത്തെത്തി. അടച്ചിട്ട വാതിലിന് മുമ്പിൽ നിന്ന് ശബ്ദം പരമാവധി മൃദുലമാക്കി വിളിച്ചു. മക്കളെ, കതവ് തുറക്കൂ, അമ്മ വന്നു. ഇത് കേട്ട് മൂത്ത ആട്ടിൻകുട്ടി വാതിൽ തുറക്കാൻ പോയപ്പോൾ ബുദ്ധിമതിയായ ഇളയ ആട്ടിൻകുട്ടി തടഞ്ഞു. അവൾ പറഞ്ഞു, ഇത് നമ്മുടെ അമ്മയുടെ സ്വരമല്ല. അവൾ ചേച്ചിമാരോടായി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വിളിച്ചു പറഞ്ഞു, അമ്മയുടെ ശബ്ദം എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അത് വെയില് കൊണ്ടത് കൊണ്ടാണ് മക്കളെ, ചെന്നായ പറഞ്ഞു. അമ്മയുടെ വാലൊന്ന് കാണിച്ചേ. ചെന്നായ തന്റെ നീണ്ട വാല് അകത്തേക്കിട്ടു. ഞങ്ങളുടെ അമ്മയുടെ വാല് ഇങ്ങനെയല്ല, കതവ് തുറക്കില്ല, അവൾ വീണ്ടും വിളിച്ചു പറഞ്ഞു. ആട്ടിൻകുട്ടിയുടെ ബുദ്ധി ഓർത്ത് ചെന്നായ നിരാശനായി മടങ്ങി. പക്ഷേ കൊതിയൂറുന്ന കിളുന്ത മാംസത്തെ കുറിച്ച് ഓർത്തപ്പോൾ ചെന്നായക്ക് ഇരിപ്പുറച്ചില്ല. ചെന്നായ വീണ്ടും ആട്ടിൻകൂടിനടുത്തെത്തി. അടച്ചിട്ട വാതിലിന് മുൻപിൽ നിന്ന് ശബ്ദം പരമാവധി മൃദുലമാക്കി വിളിച്ചു. മക്കളെ, കതവ് തുറക്കൂ, അമ്മ വന്നു. ഇത് നമ്മുടെ അമ്മയുടെ സ്വരമല്ല. ഇത്തവണയും കുഞ്ഞാട് ചേച്ചിമാരോടായി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വിളിച്ചു പറഞ്ഞു, അമ്മയുടെ ശബ്ദം എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അത് വെയില് കൊണ്ടത് കൊണ്ടാണ് മക്കളെ, ചെന്നായ പറഞ്ഞു. ദേ, എന്റെ വാല് നോക്കിക്കേ. ഒരു വടിയിൽ ചത്തുപോയ ഒരാടിന്റെ വാല് കെട്ടിവെച്ചത് അകത്തേക്ക് ഇട്ടുകൊണ്ട് ചെന്നായ പറഞ്ഞു. അമ്മയുടെ ചെവിയൊന്ന് കാട്ടിക്കേ. ഇത്തവണ ആട്ടിൻകുട്ടി പറഞ്ഞു. ചെന്നായ തന്റെ ചെവി അകത്തേക്കിട്ടു. ഇത് ഞങ്ങളുടെ അമ്മയല്ല, കതവ് തുറക്കില്ല, ആട്ടിൻകുട്ടി പറഞ്ഞു. ചെന്നായ വീണ്ടും നിരാശനായി മടങ്ങി. പക്ഷേ കൊതി സഹിക്കാനാവാതെ അവൻ കുറച്ചു കഴിഞ്ഞ് വീണ്ടും ആട്ടിൻകൂടിനടുത്തെത്തി. ഇത്തവണയും ശബ്ദം പരമാവധി മൃദുലമാക്കി വിളിച്ചു. മക്കളെ, കതവ് തുറക്കൂ, അമ്മ വന്നു. അമ്മയുടെ ശബ്ദം എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അത് വെയില് കൊണ്ടത് കൊണ്ടാണ് മക്കളെ, ചെന്നായ പറഞ്ഞു. എന്നാൽ അമ്മയുടെ കാലൊന്ന് നീട്ടിക്കേ. ഇത്തവണ മൂത്ത ആട്ടിൻകുട്ടിയാണ് ചോദിച്ചത്. ചെന്നായ ചത്തുകിടന്ന ഏതോ ഒരാടിന്റെ രോമം തന്റെ കാലിൽ ഒട്ടിച്ചു വെച്ചിരുന്നു. നഖമൊക്കെ ഒതുക്കി വെച്ച് കുളമ്പ് കാണത്തക്ക വിധം അകത്തേക്ക് നീട്ടി. ഇതമ്മ തന്നെ എന്ന് പറഞ്ഞ് ആട്ടിൻകുട്ടി വാതിൽ തുറന്നു. വാതിൽ തുറക്കേണ്ട താമസം ചെന്നായ ചാടി വീണ് ഇളയ ആട്ടിൻകുട്ടി പെട്ടെന്ന് അപകടം മനസ്സിലാക്കി അവിടെ ഉണ്ടായിരുന്ന ഒരു വീപ്പയ്ക്കുള്ളിൽ ഒളിച്ചിരുന്നു. ചെന്നായ മുന്നിൽ കണ്ട ആട്ടിൻകുട്ടികളെ അകത്താക്കി വേഗം സ്ഥലം വിട്ടു. കുറെ കഴിഞ്ഞ് അമ്മ വന്ന് തട്ടിയപ്പോൾ തന്നെ വാതിൽ തനിയെ തുറന്നു. അയ്യോ എന്റെ മക്കളെ എന്ന് പറഞ്ഞ് അമ്മയാട് കരയാൻ തുടങ്ങി. അമ്മയാണ് വന്നതെന്ന് ഉറപ്പായപ്പോൾ കുഞ്ഞാട് വീപ്പയിൽ നിന്ന് പുറത്തിറങ്ങി. കുഞ്ഞാടിനെ കണ്ടപ്പോൾ അമ്മയ്ക്ക് സമാധാനമായി. മറ്റുള്ളവരെ അന്വേഷിച്ചു. കുഞ്ഞാട് നടന്നതെല്ലാം അമ്മയോട് പറഞ്ഞു. അത് കേട്ട് അമ്മയാട് കുറെ കരഞ്ഞു. പിന്നെ കുഞ്ഞാടിനെയും കൂട്ടി പുറത്തിറങ്ങി. ചെന്നായിയെ കൊല്ലണമെന്ന് കരുതി അമ്മയാട് ചെടികളുടെ മറപറ്റി കുഞ്ഞാടിനൊപ്പം ചെന്നായ താമസിക്കുന്ന കുറ്റിക്കാടിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നു. കുറ്റിക്കാടിനുള്ളിൽ അവന്റെ ഗുഹയ്ക്ക് മുന്നിൽ കിടന്നുറങ്ങുന്ന ചെന്നായയെ അവർ കണ്ടു. ദൃഷ്ടാനം തട്ടിയ ചെന്നായ ബോധം കെട്ടുറങ്ങുകയാണ്. അപ്പോൾ കുഞ്ഞാട് അമ്മയ്ക്ക് ആ കാഴ്ച കാണിച്ചു കൊടുത്തു. ചെന്നായുടെ വയറ്റിൽ എന്തോ അനങ്ങുന്നു. വേഗം തന്നെ തള്ളയാടും കുഞ്ഞാടും കൂടി ബോധം കെട്ടുറങ്ങുന്ന ചെന്നായിയുടെ കയ്യും കാലും കൂട്ടിക്കെട്ടി. അവിടെ കിടന്ന കൂർത്ത ഒരു കല്ലെടുത്ത് ചെന്നായിയുടെ വയറ് കീറി ആട്ടിൻകുട്ടികളെ പുറത്തെടുത്തു. ആട്ടിൻകുട്ടികൾ അമ്മയാടിനെയും കുഞ്ഞാടിനെയും കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിച്ചു.
അമ്മയാട് ചെന്നായിയുടെ വയറ്റിൽ 3 വലിയ കല്ലുകൾ എടുത്തു വെച്ച് വയർ തുന്നിക്കെട്ടി വെച്ചു. അതിന്റെ കെട്ടുകൾ അഴിച്ചുവിട്ടു. ചെന്നായ ഇതൊന്നും അറിയാതെ ഉറക്കമാണ്. അമ്മയാട് മക്കളെയും കൊണ്ട് വീട്ടിലേക്ക് പോയി. കുറെ കഴിഞ്ഞ് ചെന്നായ ഉറക്കമുണർന്നു. വയറാകെ വേദന. ഇതെന്താ ഇത്രയും സമയം കഴിഞ്ഞിട്ടും തിന്നത് ദഹിച്ചില്ലേ? ചെന്നായ വിചാരിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ നോക്കി. അപ്പോൾ കല്ലുകളുടെ ഭാരം കൊണ്ട് അവൻ ഒരു വശത്തേക്ക് ചരിഞ്ഞുപോയി. നടക്കുമ്പോൾ ഒരു വശത്തേക്ക് വീഴാൻ പോകുന്നു. വല്ലാത്ത പരവേശം. ഇത്തിരി വെള്ളം കിട്ടിയെങ്കിൽ. അവൻ വേഗം പുഴക്കരയിലേക്ക് നടന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞും വീണും ഇഴഞ്ഞുമാണ് അവന്റെ പോക്ക്. പുഴക്കരയിലെത്തിയപ്പോഴേക്കും അവനാകെ തളർന്നുപോയി. തുന്നിക്കെട്ടിവെച്ച വയറാകെ പൊട്ടി ചോരയൊലിച്ചു. വേദന കൊണ്ടവൻ ഉറക്കെ കരഞ്ഞു. വെള്ളം കുടിക്കാനായി പുഴയിലേക്ക് തലയിട്ട ചെന്നായ ബാലൻസ് തെറ്റി പുഴയിലേക്ക് തലയും കുത്തി വീണു. ഒഴുകി ഒഴുകി വെള്ളച്ചാട്ടത്തിൽ വീണ് പരലോകപ്രാപ്തനായി. ചെന്നായയുടെ ശല്യം തീർന്നു. അമ്മയാടും മക്കളും സുഖമായി ജീവിച്ചു.